വഖഫിൽ ലോകസഭയിൽ പാസ്സായത് മുതൽ ക്രൈസ്തവർക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും വ്യാജ വാർത്തകൾ ചമഞ്ഞ് സോഷ്യൽ മീഡിയയിൽ മെഴുകുകയാണ് മീഡിയ വൺ. പഴയ തേഞ്ഞു മാഞ്ഞുമായ എല്ലാ കഥകളുമായ വാർത്തകൾ കൊണ്ടുവന്നെങ്കിലും അതെല്ലാം നനഞ്ഞ പടക്കമായി മീഡിയ വണ്ണിനെ തന്നെ തിരിഞ്ഞുകൊത്തുന്നു. എങ്ങനെയോ പിടിച്ചെടുത്ത സ്വത്ത് നഷ്ടപ്പെടുവാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ ക്രൈസ്തവ സഭകളുടെ സ്ഥാപനങ്ങൾക്കെതിരെ വാർത്തകൾ ചമച്ചുണ്ടാക്കി ഓരോ ദിവസവും തള്ളി നീക്കുകയാണിപ്പോൾ. ഇവിടെ RSS മുഖപത്രത്തിൽ ഇന്ന് ക്രിസ്ത്യൻ സഭകളുടെ സ്വത്തുക്കളുടെ പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ വാർത്തയെ എന്തോ വലിയൊരു അപരാധമാക്കി ഇട്ടതാണ് അവസാനത്തെ പോസ്റ്റ്. അല്ല, മടിയിൽ കനമുള്ളവനെ ഭയം വേണ്ടു. കത്തോലിക്ക സഭയുടെ സ്വത്തുക്കൾ തട്ടിച്ചും വെട്ടിച്ചും ഉണ്ടാക്കിയതല്ല, പൂർവികർ തങ്ങളുടെ വിയർപ്പ് രക്തമാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഇവിടെ ഈ വാർത്തയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി സ്കോട്ടച്ചൻ. ഇന്ത്യ മഹാരാജ്യത്തിലെ ക്രൈസ്തവർ പിടിച്ചുപറിച്ചും കൊന്നും കൊല്ലിച്ചും നേടിയതല്ല ഇന്ന് കാണുന്ന സ്ഥലങ്ങളും സ്ഥാപനങ്ങളും. ഇവയെല്ലാം പിടിയേരി പിടിച്ചും കെട്ട് താലി വിറ്റും കിട്ടിയതുകൊണ്ടാണ് കെട്ടിപ്പൊക്കിയതും നാടിന്റെ സമഗ്ര വികസനത്തിനായി ഇന്ന് ഉപയോഗപ്രദമാക്കി മാറ്റിയതുമാണ്. പഞ്ചമിക്ക് പതിതമായ പള്ളിക്കൂടം വിദ്യ കേട്ട ശൂദ്രന്റെ ചെവിയിൽ ഈയമുരുക്കി ഒഴിക്കുന്ന നാട്ടിൽ പാണനും പറയനും പുലയനും നമ്പൂതിരി നസ്രാണി മുസൽമാനെയും വിളിച്ചിരുത്തി വിദ്യ പഠിപ്പിച്ചത് പള്ളിയോട് ചേർന്ന് പണിത പള്ളിക്കൂടങ്ങളിൽ ആണ് എന്നോർക്കണം. അതുകൊണ്ട് ഇന്ന് കാണുന്ന സഭയുടെ സ്ഥാപനങ്ങൾ നോക്കിയും അവയിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ സാമ്പത്തിക ലാഭം കൊണ്ടല്ല സഭ നിലനിൽക്കുന്നത്. പിന്നെയോ വിശ്വാസാധിഷ്ഠിതമായ ഒരു യുവതലമുറയുടെ ആത്മസമർപ്പണമാണ് ഭാരതസഭ. ഭൗതികമായ നന്മകൾ എത്ര തന്നെ നഷ്ടപ്പെട്ടാലും ആത്മീയതയുടെ ഒരു വലിയ കരുത്ത് ഭാരതസഭയ്ക്കുണ്ട്. അതുകൊണ്ട് ഈ വക ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാമെന്നൊന്നും മീഡിയ ഫണ്ണും ഇടതു വലത പിന്തിരിപ്പന്മാരും ബുദ്ധിജീവികളെന്ന് സ്വയം അവകാശപ്പെടുന്ന സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ നായകന്മാരും കരുതേണ്ട. നിലപാടുകൾ സ്വീകരിക്കേണ്ടിടങ്ങളിൽ നിലപാടുകൾ സ്വീകരിക്കും, പറയേണ്ടത് പറയുക തന്നെ ചെയ്യും. ഇന്ന് തോളിൽ കൈയിട്ട് നടക്കുന്നവർ നാളെ തിരിഞ്ഞുകൊത്തും എന്നതിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. ശത്രുവിന്റെ ശത്രു ഞങ്ങൾക്ക് മിത്രമല്ല, കാരണം ഞങ്ങൾക്ക് ശത്രുക്കളില്ല. പക്ഷേ അന്യായമായതിനെ അന്യായം എന്ന് പറയുക തന്നെ ചെയ്യും. ചെറുത്തുനിൽപ്പുകൾ ഉണ്ടാകേണ്ടയിടത്ത് ചെറുത്തു നിൽക്കുക തന്നെ ചെയ്യും. ഇതിലും വലിയ പീഡനങ്ങളുടെ നടുവിലൂടെ ഞങ്ങൾ കടന്നുപോയാലും വടക്കേന്ത്യയുടെ തെരുവോരങ്ങളിൽ ആയിരക്കണക്കിന് നസ്രാണികളെ തല്ലിച്ചതച്ചാലും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കൊടിയ പീഡനങ്ങളുടെ നടുവിലൂടെ കടന്നുപോയാലും ഞങ്ങളുടെ വിശ്വാസത്തിന്മേൽ കത്തിവെക്കുവാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഭൗതിക നന്മകൾ നോക്കിയോ അവയ്ക്ക് വേണ്ടിയല്ല ഞങ്ങളുടെ യാത്ര, രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടിയല്ല ഞങ്ങൾ നിലനിൽക്കുന്നത്. പിന്നെയോ നേരിന്റെ പക്ഷത്ത് നീതിയുടെ ശബ്ദമായി കാലഘട്ടത്തിന്റെ പ്രവാചകന്മാരായി ഞങ്ങൾ നിലകൊള്ളും. ഈ ലോകമോ അതിന്റെ നന്മകളോ അല്ല ഞങ്ങൾക്ക്, പിന്നെയോ നിത്യതയുടെ തീരത്ത് ഞങ്ങൾക്കൊരു കൂടാരമുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ബലം. കൊന്നു തള്ളുമെങ്കിൽ കൊന്നു തള്ളിക്കോ ഞങ്ങളെ. രക്തസാക്ഷികളുടെ മഹത്വത്തിന്റെ കിരീടം ചൂടി നിത്യതയുടെ തീരത്ത് ഞങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ ഓർമ്മകൾ ആയിരക്കണക്കിന് ആളുകൾക്ക് വിശ്വാസത്തിൽ നിലനിൽക്കുവാനും പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുമുള്ള ആർജവത്വം പകർന്നു നൽകും. കാൽവരിയുടെ നെറുകയിൽ ഒരുവനെ ക്രൂശിച്ചപ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയിടത്ത് പുതുയുഗത്തിന് തുടക്കം കുറിച്ചുവെങ്കിൽ ഒരടി പോലും ഞങ്ങൾ പിന്നോട്ടില്ല.